لست للفردوس أهلا فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. തൊള്ളായിരത്തി ശേഷമാണ് നമ്മൾ മലയാളികൾക്ക് ദാരിദ്ര്യം മാറിയത്. ലോകത്തെ ഏറ്റവും സുഭിക്ഷമായ നാടുകളിലൊന്നാണ് ഇന്ന് കേരളം. ദരിദ്രന്മാരില്ല എന്നല്ല, പൊതുവെ ഒരു കാര്യം പറഞ്ഞാൽ പൊതുവെ എന്നാണെന്ന് ഇതർത്ഥം. യൂറോപ്പിനെ ഒരു കാലത്ത് വിശ്വസിക്കരുത് എന്ന് ഞാൻ ഇടക്കിടക്ക് എല്ലാവരോടും പറയാറുണ്ട്. അതെൻ്റെ ലൈഫ് മെസ്സേജ് ഓഫ് ലൈഫാണ്, എൻ്റെ ജീവിതത്തിലെ ഒരു സന്ദേശം. ആരും യൂറോപ്പിനെ വിശ്വസിക്കരുത്. അതിൻ്റെ അർത്ഥം യൂറോപ്പിൽ വിശ്വസിക്കാൻ പറ്റിയ ആളുകളില്ല എന്നല്ല, പൊതുമനസ്സാണ്. എന്നതുപോലെ നമ്മൾ ദാരിദ്ര്യം മാറിയത് 1980 ശേഷം. ഗൾഫ് സാർവത്രികമായി ദാരിദ്ര്യത്തിൽ പരിഹാരമുണ്ടായി. ഇപ്പം 1980 മുമ്പും കുട്ടിക്കാലമാണെങ്കിലും ജീവിച്ച ഒരാളാണ് ഞാൻ. അക്കാലത്ത് ജീവിക്കുക എന്നുള്ളത് ഒരു എന്താ പറയുക, അതൊരു ഇപ്പോൾ ഓർമ്മയിൽ അയവിറക്കുമ്പോൾ അത് പ്രത്യേകമായ അനുഭവമായി തോന്നും. പക്ഷെ അത് ഒരു പ്രത്യേക കാലഘട്ടമായിരുന്നു 1980 വരെയുള്ള. അപ്പോൾ അതിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും പ്രയാസമുള്ള കാലമായിരിക്കും തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് ഓർമ്മയുള്ള കാലം 1973 ശേഷമുള്ള കാലമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതൊരു ദാരിദ്ര്യമുള്ള വളരെ വിഷമമുള്ള ഒരു കാലമാണ്. ഞങ്ങളെ കുടുംബം എന്ന് പറഞ്ഞാൽ കർഷക കുടുംബം. വരുമാനമൊക്കെ കൃഷിയാണ്. കൃഷി എന്ന് പറഞ്ഞാൽ നെല്ല്, റബ്ബർ. അന്ന് മലബാർ സാർവത്രികമല്ല. കുടിയേറ്റക്കാരായ ക്രൈസ്തവർ മലബാറിലെത്തിയതിന് ശേഷമാണ് മലബാറിൽ റബ്ബർ വരുന്നത്. അക്കാലത്ത് ഭൂമി ഇങ്ങനെയുണ്ട്, അങ്ങനെ കാലി മേച്ചിടും, അത്ര തന്നെയുള്ളൂ. വേറെ വരുമാനങ്ങളൊന്നുമില്ല. പിന്നെ കാര്യമായ വരുമാനം എന്ന് പറഞ്ഞാൽ നെല്ല, മറ്റു വരുമാനമില്ല. അക്കാലത്ത് ഒരാൾക്ക് പാടമുണ്ടെന്ന് പറഞ്ഞാൽ, വയലുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനമാണ്. അതേസമയത്ത് അയാൾക്ക് പറമ്പുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനമല്ല. ഇങ്ങനെ വെറുതെ മുരുക്കും മരുതും അങ്ങനെയൊക്കെ കയറി കിടക്കും. ഒരു പ്രത്യേക വരുമാനം. കൊല്ലത്തിൽ കുറച്ച് അണ്ടി കിട്ടുന്ന തോട്ടങ്ങളുണ്ടാവും. അണ്ടിക്കും വിലയൊന്നുമില്ല. ഇതാണ് അന്നത്തെ കാലഘട്ടം. അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ക്ഷാമകാലമാണ് മിഥുനം കർക്കിടക മാസങ്ങൾ. ക്ഷാമകാലമാണ്. കാരണം മകരത്തിൽ കൊയ്ത്ത് കഴിയും, പിന്നെ വിളയില്ല. നമ്മൾ മലബാർ പ്രത്യേകിച്ച് മെഷീനിൽ പിന്നെ ഇറിഗേഷനൊക്കെ വന്നതിന് ശേഷമാണ് സത്യത്തിൽ പിന്നെ 3 വിളയൊക്കെ എടുക്കുന്നത്. 2 വിളയാണ്, അത് അടുപ്പിച്ചെടുക്കും. അതായത് ഇടവത്തിൽ കൃഷിയിട്ടാൽ പിന്നെ ചിങ്ങത്തിൽ ഒന്നുകൂടി ഇടും. അത് ഏറ്റവും ചുരുങ്ങിയത് മകരക്കൊയ്ത്ത്. മകരം എന്ന് പറഞ്ഞാൽ മകരല്ല, ധനുവാണ്. ധനുവിൽ തന്നെ കൊയ്ത്തൊക്കെ കഴിയും. പിന്നെ ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം. അപ്പോൾ 6 മാസം കഴിഞ്ഞാൽ രണ്ടാമത് കൃഷി ഇറക്കുക. പിന്നെ മിഥുനം കർക്കിടകം. അപ്പോൾ മൊത്തത്തിൽ അടുത്ത കൃഷി വരണമെങ്കിൽ ഏകദേശം ഒരു 8 മാസം കഴിയും. അപ്പോൾ ഈ മിഥുനം കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ഒരു ക്ഷാമകാലം. ഉള്ളവർക്ക് തന്നെ ഉണ്ടാവില്ല, മറ്റു വരുമാനങ്ങളുമില്ല. അപ്പം എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ പൂർണ്ണ കർഷകനാണ്, വല്യപ്പയും കർഷകനാണ്, മൂത്താപ്പന്മാരൊക്കെ കർഷകരാണ്. ഇപ്പോൾ അവർക്കൊക്കെ വലിയ വരുമാനങ്ങളൊക്കെ ഉണ്ടായി. മരിക്കുമ്പോഴത്തേനൊക്കെ ഭൂമിയിലൊക്കെ റബ്ബർ വെച്ച്, റബ്ബറൊക്കെ നല്ല വരുമാനങ്ങളായി. ഏറ്റാണൊക്കെ മരിച്ചു എങ്കിലും ആ ഒരു കാലഘട്ടം 80 വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രയാസമാണ്. അപ്പം മിഥുനം കർക്കിടകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുട്ടികൾക്ക് തന്നെ പേടിയാണ്. എന്തുകൊണ്ട്? മര്യാദയ്ക്ക് ചോറ് കിട്ടൂല,
കഞ്ഞും കിട്ടൂല. കഞ്ഞിയാണ് 2 നേരം ഉണ്ടാവുക, ഉച്ചക്കും രാത്രി. കഞ്ഞും കിട്ടൂല. ഉച്ചക്ക് കഞ്ഞുണ്ടെങ്കിൽ രാത്രി കഞ്ഞുണ്ടാവില്ല, ചോറ് ഏതായാലും ഇല്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. പിന്നെ അന്ന് മലായിലേക്ക് പോയവരും മദ്രാസിലേക്കും ബോംബെയിലൊക്കെ പോയി തൊഴിൽ ചെയ്യുന്ന ചുരുക്കം ചില ആളുകൾ, നമ്മളെ നാട്ടിൽ നിലമ്പൂർ ഏരിയയിൽ അത് വളരെ കുറവാണ്. ചില നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഞാമത്തുള്ളത്. പൊതുവെ ആർക്കും ഞാമത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മയാണ് ഞാൻ ഈ പറയുന്നത്. അക്കാലത്ത് നമുക്കൊരു സന്തോഷം ഉണ്ടാകണ ഒരു സമയം എന്ന് പറഞ്ഞാൽ, ഈ സന്ദർഭത്തിൽ ചിലപ്പോൾ വിരുന്നുകാർ വരും. വിരുന്നുകാർ വന്നാൽ ഉപ്പാക്കും ഉമ്മാക്കും അത് അടക്കം പറയും. അവർ ഇപ്പം എന്താ ചെയ്യുന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുമെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് വിരുന്നുകാരെ സന്തോഷിപ്പിക്കും. 2 നേരം ചോറുണ്ടാവും, നല്ല കറി ഉണ്ടാവും, കോഴിയിറക്കും. ഇങ്ങനെ നല്ലൊരു സന്തോഷകരമായ അവസ്ഥയായിരിക്കും. പല ആളുകളെ ഇന്നും പാപ്പ കടം വാങ്ങും, എന്നിട്ടും അരിയും കൂട്ടാനൊക്കെ വാങ്ങും. കർഷകരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അരിയൊക്കെ വളരെ കുറവായിരിക്കും മിഥുനം കർക്കിടക മാസത്തിൽ. അപ്പോൾ പാപ്പ ആരെങ്കിലും കണ്ട് പറയും, ഏതായാലും ആ സാമാനങ്ങളൊക്കെ വീട്ടിൽ മറ്റു ആ സന്ദർഭത്തിലുള്ളത് കൊണ്ട് അങ്ങനെ ഉമ്മ ഒപ്പിക്കുക ചെയ്യുക. അടുക്കളയിലെ കാര്യം പാപ്പ അത്ര ശ്രദ്ധിക്കൂല, ആർക്കും ശ്രദ്ധിക്കാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു കാലമാണ്. പക്ഷേ വിരുന്നുകാർ വന്നാൽ ഉത്തരവാദിത്തം പാപ്പ ഏറ്റെടുക്കും. നല്ല ഭക്ഷണം കിട്ടും. അപ്പോൾ നമുക്കൊരു സന്തോഷം. എന്താ സന്തോഷം? നല്ല ഭക്ഷണം കഴിക്കുക. ഏതാ മാസം? കർക്കിടക മാസം. കർക്കിടക മാസത്തിൽ നല്ല ഭക്ഷണം കഴിക്കും. വിരുന്നേരൻ പോയി കഴിഞ്ഞാലാണ് കടത്തിനെ പറ്റിയൊക്കെ പിന്നെ വാപ്പ പറയുക. എന്നാലും അവരെ സന്തോഷിപ്പിച്ചു. എന്തുകൊണ്ട്? വിരുന്നുകാരെ സന്തോഷിപ്പിക്കുക എന്നത് മാന്യതയുടെ ഭാഗമാണ്. ആണോ അല്ലേ? പറയും. ഇനി നമ്മൾ പണി തുടങ്ങുകയാണ്. ഇവിടെ നിന്നാണ് ഇന്നത്തെ നമ്മൾ പണി ആരംഭിക്കുന്നത്, അല്ലേ? പറയും. വിരുന്നുകാരെ സന്തോഷിപ്പിക്കുക എന്ന മാന്യതയുടെ ഭാഗം. വിരുന്നുകാരോട് അവരെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വീണ് പൊട്ടിയാലും ഒന്നും പറയില്ല, അത് സാരല്ല എന്നറിയാം. നമ്മളെ കയ്യിൽ നിന്നാണ് ഗ്ലാസ് വീണ് പൊട്ടിയെങ്കിൽ 1 കൊല്ലം പാപ്പ പറയും. പണ്ട്, ഇപ്പം പറയില്ല. ഇപ്പം ഞാൻ എൻ്റെ കുട്ടികളെ കയ്യിൽ നിന്ന് ഗ്ലാസ്സോ മറ്റൊക്കെ വീണ് പൊട്ടിയാൽ ഞാൻ ആദ്യം തന്നെ അഡ്വാൻസ് പറയും, സാരല്ല മോളെ, സാരല്ല കേട്ടോ എന്ന്. എന്തുകൊണ്ടാണ്? ദാരിദ്ര്യമില്ല, ആർക്കുമില്ല. പഴയ കാലത്ത് അങ്ങനെയല്ല. ഒരു ഗ്ലാസ്സൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയാൽ അത് കഴിഞ്ഞ് നമ്മുടെ ജീവിതം കഴിഞ്ഞ്. അതേ സമയത്ത് വലിയ വിലപിടിപ്പുള്ളത് ആ ഗ്ലാസ്സിനൊക്കെ. ഇന്നിപ്പോൾ നമ്മളെ വീട്ടിൽ എത്ര ഗ്ലാസ് ഉണ്ടെന്ന് നമുക്കറിയില്ല. പഴയ കാലത്തൊക്കെ ഒരു ഗ്ലാസ് 2 ഗ്ലാസ്സൊക്കെ വാങ്ങിയത് ഒരു കറാമത്ത്. ഇന്ന് ഡസൻ കണക്കിനാണ് വാങ്ങുക. കാരണം ഇടക്കിടക്ക് കുട്ടികൾ പൊട്ടിക്കും. കുട്ടിക്ക് പ്രശ്നമില്ല, ആർക്കും പൊട്ടിക്കാം. വീട്ടിലെ ഗ്ലാസ്സൊക്കെ ഇപ്പോൾ ആർക്കും പൊട്ടിക്കാവുന്നതാണ്. അങ്ങനെയാണ് പുതിയ കാലം. അപ്പോൾ അതിഥികളെ വല്ലാതെ ബഹുമാനിക്കും. അവരെ കയ്യിൽ അബദ്ധമായി പരിഗണിക്കില്ല. കാരണം എന്തുകൊണ്ട്? അവരതിഥികളാണ്. അതിഥികളോട് മാപ്പ് ചെയ്യുക, അതിഥികളെ സൽക്കരിക്കുക, അതിഥികൾക്ക് വിശാല ഹൃദയത്തോടെ സംസാരിക്കുക, അതിഥികളെ പരമാവധി ഊട്ടുക എന്നത് മിൻ ഹഖ് ളിയാഫ. അത് ആതിഥേയൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. ആണോ അല്ലേ? ഉറക്കെ പറ, ആണോ അല്ലേ? ആണ്. എങ്കിൽ നീ ഈ ഭൂമിയിലെ അതിഥിയല്ലേ? ഏതാ സൂറത്ത്? ഇന്നൽ അർള ലില്ലാഹ് യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ഇന്നൽ അർള ലില്ലാഹ്. ഏതാ സൂറത്ത്? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. നിന്റേതല്ലാത്ത ഒരു വീട്ടിലേക്ക് നീ വന്നാൽ നീ അതിഥിയല്ലേ? ഇന്നൽ അർള ലില്ലാഹ്. ഭൂമി എന്ന് പറഞ്ഞാൽ നിന്റേതും നിങ്ങളതുമാണ് എന്നല്ലല്ലോ അള്ളാഹ് പറഞ്ഞ്. ഇന്നൽ അർള ലില്ലാഹ്. ഭൂമി എൻ്റെതാണ്. അപ്പം നമ്മളിവിടെ ആരാ? വിരുന്നുകാരന്. ഏതാ സുഹൃത്ത്? ഖസസ് ഒക്കെ ഇൽപ്പെട്ടു. ആറാഫാണെങ്കിൽ എത്ര നമ്പർ ആയത് എടുത്തുണ്ട്? ഖസസ് ലാസ്റ്റ് ഭാഗം. ഇന്നൽ അർള ലില്ലാഹ്
ഇന്നൽ അർള ലില്ലാഹ് യുരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ഇന്നൽ അർള ലില്ലാഹ്, ഭൂമി അല്ലാഹുവിൻ്റെതാണ്. അപ്പം നീ വഅൻത ളൈഫുല്ലാഹി, നീ അല്ലാഹുവിൻ്റെ അതിഥിയാണ്. വഹാദിഹി ദാർ ലൈസത് ബിദാലിക്, ഇത് നിന്റെ വീടല്ല. പിന്നെ ഇതെന്താണ്? അള്ളാഹിൻ്റെ കൊട്ടാരാണ്, അള്ളാഹു ഉണ്ടാക്കിയതാണ്. ഇന്നൽ അർള ലില്ലാഹ്, ഭൂമി എൻ്റെതും നിൻ്റേതുമാണെന്നല്ല, എൻ്റെതാണ്. അപ്പം നീയോ ലൈഫാണ്. ആണോ അല്ലേ? പറ ഇന്നൽ അർള ലില്ലാഹ് യുരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ഖസസിലുണ്ട്, അറഫിലുണ്ടെങ്കിൽ ആയത്ത് നമ്മൾ പറയണം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഓക്കെ, ആ ഉണങ്ങിയ ഹസ്ബി റബ്ബി കൊണ്ടൊന്നും വിവരം കിട്ടൂല. കാരണം തല കയറ്റണം. ഒരു ഉണങ്ങിയ ഹസ്ബി റബ്ബി നടക്കൂല. ആരെങ്കിലും വിളിച്ചു? ഞാൻ വിളിച്ചില്ല. ഇതിന് കൂട്ടമായി ക്ഷണിച്ചോളൂന്നുള്ള നോട്ടീസ് ഇതുവരെ ഇറക്കിയിട്ടില്ല. ഇതിന് ആരും കൂട്ടമായി വിളിച്ചിട്ടില്ല, ഒറ്റയായും വിളിച്ചിട്ടില്ല. വരുന്നല്ലോ ഒന്നാ തന്നാ പിന്നെ ഞാൻ പറഞ്ഞേക്കണം. ഇന്നൽ അർള ലില്ലാഹ് യുരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ചിലപ്പോൾ 10 പൈസ കയ്യിലില്ലാതെ ഇനി പേടിയിൽ നിന്ന് കടം കിട്ടാത്തതുകൊണ്ടായിരിക്കും അതിഥികൾ ഇവിടെ വന്നിട്ടുണ്ടാകുക. പക്ഷെ ഇവിടെ ത്യാഗ രാജാക്കളായി. എന്തുകൊണ്ട്? പിന്നെ അവരെ തീറ്റയും കൂടിയും അവരെ ചെലവിലല്ല, ആതിഥേയൻ്റെ ചെലവിലാണ്. അപ്പൊ അവർക്ക് വൈബ്രേഷൻ വേണ്ട തന്നെ. ഇനിയിപ്പോ എന്താ മകര് രാത്രിക്ക് ചെയ്യുക? ഉച്ചച്ചോറ് തിന്നുമ്പോ ഇനിയിപ്പോ എന്താ രാത്രിക്ക് ചെയ്യാന്ന് അതിഥി ആലോചിക്കേണ്ടതുണ്ടോ? അതിഥി ആലോചിക്കണ്ടോ? നല്ല മട്ടൻ്റെ നല്ല മട്ടൻ്റെ 1-ാം നമ്പർ എല്ലും ഇറച്ചി ഇങ്ങനെ കൂടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറച്ചി ഇങ്ങനെ കടിച്ചെടുക്കുന്ന നേരത്ത് അതിഥി എന്തേ ആലോചിക്കണ്ടുള്ളൂ? രാത്രിയും ഇതന്നെ ആയാൽ പല്ല് പൊട്ടുവോ? പല്ലിൻ്റെതാ പരവൻ്റെതാ അല്ലേ? അങ്ങനെ പറ അറഫിലെത്രേ? ഉള്ളത് പറഞ്ഞ് കസസിലുണ്ട്. കസസ് എത്രയെന്ന് അറിയാം, ലാസ്റ്റ് ഭാഗം. കാറൂനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അന്നെടുത്ത് നോക്കാം. അതിൻ്റെ നമ്പർ എത്രയാണ് പറയാൻ ആള് എഴുതിയൊക്കെ ചെയ്യും. 128. قال موسى لقومه استعينوا بالله واصبروا إن الأرض لله يورثها من يشاء من عباده والعاقبة للمتقين. അറാഫ് 128 ഖസസിലുണ്ട്. തന്നെ കാലം മുസ എന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ മുസാലിമിന്റെ കാലത്തെ സംഭവമാണ് അവിടെയും പറയുന്നത്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഇതെന്തിനാ ഈ ആയത്തോടെ എന്തിനാ തെളിവായിക്കൊണ്ടത്? ഈ ആയത്ത് തെളിവായിക്കൊണ്ടത് എന്തിനാ? ഭൂമി നമ്മുടേതല്ലാത്തൊരു വീട്ടിലേക്ക് നമ്മൾ വിരുന്ന് വന്നത്. നമ്മൾ ആതിഥേയൻ ക്ഷണിച്ച് വരുത്തിയതാണ്. അപ്പം അയാൾക്ക് ഭയങ്കര റിസ്ക് ഉണ്ട്. ഒന്ന് വിളിച്ചു വരേണ്ടതെന്ന് ഒരു അയാൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ് അങ്ങനെ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ നാളെ വിരുന്ന് പോകാൻ നിൽക്കണം. ഇനിയിപ്പോൾ ഇന്ന് ഞങ്ങൾ പോയാൽ പിന്നെ നിങ്ങളിവിടെ ഞങ്ങൾ നിൽക്കുക, അങ്ങനെയൊക്കെ പറയാം. അതിന് ആദ്യം തന്നെ ഞങ്ങൾ വരുന്നുണ്ട് നിൽക്കാം. ഒരു കാർഡ് അയച്ചുകൂടെ ഞങ്ങൾക്ക്? ഇത് ഈ വീട്ടുകാരനെ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ആ ആൾ നമ്മൾ ക്ഷണിച്ചു വരുത്തിയതാണ്. നമ്മൾ വരേണ്ട ദിവസവും നിശ്ചയിച്ചു അല്ലേ? അവരോട് പറ എന്താ അന്തം വിട്ടിരിക്കണ്? എവിടേക്കങ്ങൾ വന്ന് എന്താ ഉദ്ദേശം? ഓക്കെ. പിന്നെ ഖസസിൽ ആയത്തല്ല വലാഖിബത്തുൽ മുത്തഖീൻ്റെ ഓർമ്മയൊക്കെ പറഞ്ഞാണ് അതല്ല. പക്ഷെ ഇങ്ങനെ പറയുന്ന ആയത്ത്, ഇങ്ങനെ പറയുന്ന ആയത്ത് ഈ വിഷയം തോല് വിളിച്ചാൽ ഇന്നത്തെ ക്ലാസ് അവസാനിക്കും. അപ്പോൾ
അതിഥിക്ക് ഇതിലൊന്നുമില്ല. അതിഥിയാട്ടെ കാർഡ് എഴുതി വിടാതെ വന്നതുമല്ല. അതായത് അതിഥിയെ കൊണ്ടുവന്നതാണ് ആര്? ആതിഥേയൻ. സമയം നിശ്ചയിച്ചത് ആതിഥേയൻ. മനസ്സിലായില്ലേ? കൊണ്ടുവന്നത് ആതിഥേയൻ. സത്യത്തിൽ അതിഥി ഇവിടെ വന്നപ്പോൾ മനല്ലാ മനസ്സോടെ വന്നത്. അതുകൊണ്ടാണ് വന്ന ഉടനെ കരഞ്ഞ് അല്ലേ? ولدتك أمك يا ابن آدم باكيا والناس حولك يضحكون سرورا واجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا. ولدتك أمك എൻ്റെ ഉമ്മ നിന്നെ പ്രസവിച്ചു. യബ്ന ആദമ, ഓ മാനവപുത്ര, ബാക്കിയൻ നീ കരയുന്ന നിലയിൽ. വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ, നേരത്തെ വന്നവരെല്ലാം അപ്പോൾ ചിരിക്കുകയായിരുന്നു. വജ്ഹദ്, ഇനി നീ കഠിനാധ്വാനം ചെയ്യണം. നഫ്സിക, നീ നിനക്ക് വേണ്ടി. അന്തകൂന ഇദാ ബഖൂ, അവർ കരയുന്ന ദിവസം വരും. ഫി ഹാലി മൗതിക, നീ മരിക്കുമ്പോൾ ളാഹികൻ മസ്റൂൻ, നീ ചിരിച്ചു സന്തോഷിച്ചു പോകണം. അവർ കരയും. നീ കരഞ്ഞപ്പോൾ അവർ ചിരിച്ചു. നീ കരഞ്ഞപ്പോൾ അവർ ചിരിച്ചു. ഇനി നീ ചിരിക്കുമ്പോൾ അവർ കരയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ്. മനസ്സറിഞ്ഞ് പറ. ഏതാ അവരെന്ന് ചൊല്ലി? അത് ചെല്ലാത്തൊരു വയറ്റും വയലും പഴയകാലത്ത് ഉണ്ടായിരുന്നില്ല. അന്നത്തെ വയലുകളൊക്കെ വയലുകളായിരുന്നു. അല്ലാതെ സിറാജും സുപ്രഭാതവും ചന്ദ്രിക നോക്കി പറയുന്ന തോന്യാസങ്ങളായിരുന്നില്ല. അക്കാലത്ത് വയലായിരുന്നു. അവയിന്ന് ഇങ്ങനെ വെയ്ത്തിരും. എങ്ങനെ വെയ്ത്ത്? കന്നുപൂട്ടുന്നവർക്കൊരു ആ വെയ്ത്ത് കാണപ്പെടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. ഇന്ന് മൂല്യന്മാരെ അങ്ങക്കറിയില്ല. ولدتك أمك يا ابن آدم باكيا والناس حولك يضحكون سرورا واجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا. ما شاء الله. الله توفيق തരട്ടെ. തിരിച്ചു വാ. അപ്പോൾ നീ ഇവിടെ ആതിഥിയാണ്. അപ്പോൾ നിന്റെ എല്ലാ ഒരു കാര്യത്തിലും നിനക്ക് ആധി വേണ്ട. നീ ആധിപ്പെടുന്നുണ്ടെങ്കിൽ നീ വിഡ്ഢിയാണ്. കാരണം ആതിഥേയൻ്റെ വീട്ടിലെത്തിയാൽ ആതിഥി ഒരിക്കലും ആധിപ്പെടേണ്ട ആവശ്യമില്ല. കൈകാര്യം അവൻ ക്ഷാമത്തിലാണെങ്കിൽ പോലും പരിഹരിക്കും. ഇത് ലോകം കണ്ട ധനാഢ്യന്റെ വീട്ടിലൊക്കെ വരുന്നു. വലിയ മൊലാളിന്റെ വീട്ടിലേക്ക് മൊലാളി ക്ഷണിച്ചു വരുത്തിയ. അപ്പോൾ എന്തായിരിക്കണം ഭക്ഷണം? അതൊരു ഭക്ഷണം ഇരിക്കണം. 2013 ഒരിക്കൽ അബുദാബി രാജാവ് ഷെയ്ഖ് ഖലീഫയുടെ കൂടെ ഞാൻ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അത് ഓർമ്മ ഉണ്ട് ഇപ്പോഴും. എന്തുകൊണ്ട്? അങ്ങനത്തെ ഒരു വിഭവം ഞാൻ എൻ്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല, ഇരുന്നില്ല. 2013 ഒരിക്കൽ ഞാൻ അബുദാബി രാജാവായ, ഇന്നത്തെ അബുദാബി രാജാവായ ഷെയ്ഖ് ഖലീഫ മരിച്ചു. ഷെയ്ഖ് മുഹമ്മദാണിപ്പോൾ. അവരെ കൂടെ ഷെയ്ഖ് മുഹമ്മദ് ആയിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് ഖലീഫ എന്ന് രോഗിയെ കിടക്കുക. ഷെയ്ഖ് മുഹമ്മദിൻ്റെ കൊട്ടാരത്തിൽ ഷെയ്ഖ് മുഹമ്മദിൻ്റെ കൂടെ ഇരുന്ന് ഒരേ സുപ്രയിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് 2013. ആ ഭക്ഷണം കഴിച്ചിങ്ങനെ പോകുന്നപ്പോൾ ഒരു വേദന. എന്തുകൊണ്ട്? ആ വിഭവങ്ങളൊന്നും തൊട്ട് നോക്കാൻ പോലും നമുക്ക് കഴിഞ്ഞില്ല. കാരണം ഒരു ഭക്ഷണം കഴിക്കാനിരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയം കഴിഞ്ഞാൽ മാന്യതയാണല്ലോ എന്ത് എണീക്കണം. അപ്പം ഞാൻ പിന്നെ ഒരുപാട് കാലത്തിൽ ആ വിഭവങ്ങളെ പറ്റി ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ രുചി എന്താണാവോ അറിയില്ല. ഇനി അങ്ങനത്തെ ഒരു വിഭവം കിട്ടാൻ പോണില്ല. ഷെയ്ഖ് ഖലീഫ എന്ന് പറഞ്ഞാൽ ആരാന്നല്ലോ, എലനക്കിയുടെ ചെറുനക്കിയ അള്ള കൊടുത്തിന്ന് കാട്ടുന്നവരാ, സ്വന്തം മുതലല്ല. അതിനാണ് ഞാൻ എലനക്കിയുടെ ചെറുനക്കി എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. സ്വന്തം മനസ്സിലായി. ഞാൻ അത് നേരെ അറബിയാക്കി അയാൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അവിടേക്കുള്ള പോക്കും കൂടി മുടക്കണ്ട. ഒരു ഉദാഹരണം മനസ്സിലായില്ലേ? ചിന്തിക്കും. അപ്പം അതിൻ്റെ അർത്ഥം ഇതാണ്. എന്ത്? സ്വന്തമല്ല. അബുദാബിയിലെ രാജാവും ദുബായിലെ രാജാവും മക്കത്തെ രാജാവാണെങ്കിലും അവരുടേതല്ല. ഞാൻ കൊടുത്തേനാണ്. ഇത് രാജാതിരാജനാണ്, സ്വന്തം. അവൻ ആരെയും കടമാകണ്ട. അങ്ങനത്തെ രാജാവിന്റെ വീട്ടിലേക്ക് നീ രാജാവിന്റെ ക്ഷണപ്രകാരം രാജാവിന്റെ നിശ്ചയിച്ച സമയത്ത് വിരുന്ന് വന്നിരിക്കവേ നീ നിന്നെപ്പറ്റി ആധിപ്പെടുന്നുണ്ടെങ്കിൽ നിന്നെപ്പോഴത്തെ വിട്ടിയാരാണ്? നീന്റെ കൂടെ അല്ലേ? പറ നീന്റെ കൂടെ ഉണ്ടോ അല്ലേ? ആദിത്യം എത്രയാം? അള്ളിയാഫത്തു സലാത്തു അയ്യാം. ആതിഥേയന് നിർബന്ധം 3 ദിവസമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ആതിഥേയൻ
ഒരു അതിഥിയെ നിർബന്ധമായും എത്ര ദിവസം സൽക്കരിക്കണം? ആദിത്യ മര്യാദ പുലർത്തേണ്ടത് 3 ദിവസം. 3ന്റെ അന്ന് വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങളിപ്പം നാളെ രാവിലെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്നാ നിങ്ങളൊക്കെ കാണുക പറയാ എന്ന്. അതൊന്നാം ദിവസം പറയാൻ പറ്റൂല എന്ന് പറയാ. 3-ാം ദിവസം വൈകുന്നേരം ചോറിക്കാനിരിക്കുമ്പോൾ പറയാം ഇനിയിപ്പോൾ നാളെ രാവിലത്തെ ബസ്സിന് നിങ്ങളാണ് പോവുകയാണെങ്കിൽ ഇനിയിപ്പോ എന്നാ കാണാ. മനസ്സിലെ കാര്യല്ലേ? എന്താ പറയാ, എന്നാലും അത് എത്ര ദിവസം പറയാൻ പറ്റൂല. അതിഥിയെ സൽക്കരിക്കേണ്ടത് 3 ദിവസം. അപ്പോൾ 3 ദിവസം നമ്മളെ സൽക്കരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ 3 ദിവസമല്ലേ ഉള്ളൂ. നിങ്ങളുടെ 1000 ദിവസമാണ് അള്ളാഹിൻ്റെ ഒരു ദിവസം. അപ്പൊ ഇവിടെ നമുക്ക് തിന്നാൻ തരേണ്ടത് 3000 ദിവസം അള്ളാഹിൻ്റെ ഉത്തരവാദിത്തമാണ്. 3000 കൊല്ലം നിങ്ങളെൻ്റെ കൂടെ ഇല്ല. ഹജ്ജിൽ 47-ാമത്തെ ഹജ്ജ് എടുത്തോക്ക് എണീക്ക് സ്പീഡ് എണീക്ക്. അങ്ങനല്ലേ ആയത്. ആതിഥേയത്തെ എത്രയാ? ആതിഥേയെ സൽക്കരിക്കേണ്ട എത്ര ദിവസം? 3 ദിവസം. ഒരു ദിവസം പറയുടെ എന്താ ഉംറ വിസക്ക് വരെ പോയവർ വരെ ഇതിന്റെയൊക്കെ മാന അറിയാലോ. പറയും ഒരു ദിവസം റബ്ബിന്റെ അടുക്കൽ കൽഫിസന, നിങ്ങളുടെ 1000 വർഷമാണ്. അപ്പൊ നിങ്ങൾ ഭൂമിയിലെ ഈ വസിക്കുന്ന നാട്ടിലെ 1000 വർഷമാണ് അള്ളാഹുവിന്റെ ഒരു ദിവസം. അള്ളാഹുവല്ലേ ആതിഥേയൻ. അപ്പൊ അള്ളാഹിന്റെ 3 ദിവസം അള്ളാഹു സൽക്കരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മളെ ഇരുത്തി തിന്നാൻ തരണം. എത്ര കൊല്ലം? 3000 കൊല്ലം. നമ്പർ നോക്ക് 47 മോനെ നോക്ക്. ويستعجلونك بالعذاب ولن يخلف الله وعده وإن يوما عند ربك كألف سنة مما تعدون. നിങ്ങൾ ഭൂമിയിൽ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷമാണ് അള്ളാഹുവിൻ്റെ ഒരു ദിവസം. അപ്പോൾ ആതിഥേയൻ അള്ളാഹു നമ്മളെവിടെ. അപ്പം ബേജാറാണ്ട. 3000 കൊല്ലം ഒരു മനുഷ്യനവിടെ ജീവിച്ചിട്ടില്ല. അതിൻ്റെ പേര് 1000 കൊല്ലത്തിൽ പോയി. അപ്പൊ ആതിഥേയന്റെ മര്യാദ ഭക്ഷണം തീരുന്നതിന് മുമ്പാണ് ആര് പോയത്? അതിൻ്റെ പോയത്. പിന്നെ അത് എൻ്റെ 63 കൊല്ലം നെല്ലിയാപത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ചായം കടിയും തുടങ്ങിപ്പോയത്തിന് പോകാനായി. പിന്നെ എന്തിനാദ്യാണ് തലക്ക് കൊടുക്ക്. പിന്നെ ആരാണ് പ്രധാനമന്ത്രിയും അതിഥിയെ എവിടെ കിടത്തണമെന്ന് ആതിഥേയൻ തീരുമാനിക്കും. 10 ആൾ വന്നു. അപ്പം മറ്റു ബാപ്പയും അമ്മയും കൂടി മേലത്തെ റൂമ് കിടന്നോട്ടെ. ഞങ്ങൾ ആൺകുട്ടികൾ 2 ആളും ഇവിടെ കിടന്നോളെ. പെൺകുട്ടികൾ 3 ആൾ മറ്റേ റൂമ് കിടന്നോട്ടെ. ഡ്രൈവർ പുറത്ത് ചായ്പ കിടന്നോട്ടെ. അപ്പം പെണ്ണുങ്ങൾ ചോദിച്ച് ആതിഥേയൻ്റെ ഭാര്യ ചോദിച്ചാൽ നമ്മളെവിടെ? നമുക്ക് എവിടെയും കിടക്കാം. എന്നാലും ഓലെ നമ്മൾ ശരിയാക്കും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. മേലെ കിടക്കാന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയാക്കുക. എൻ്റെ അടിയത്തെ റൂമ് കിടത്തെന്ന് പറഞ്ഞാൽ എൻ്റെ അടിയുള്ള മന്ത്രിയാക്കുക. അതിഥേനല്ലേ? ഈ ചട്ടം വിളിച്ചതുകൊണ്ട് തന്നെ മേലെ കിടത്തൂല. അതൊന്നും തീരുമാനിക്കണം. പ്രധാനമന്ത്രി ആകണമെന്ന് ഈ രാവിലെ സുബഹിസ്കരിച്ച് 33 വട്ടം, ദൂറിന് 33 വട്ടം, അസറിന് 33 വട്ടം, മഗ്‌രിബിന് 33 വട്ടം, ഇശാന് 33 വട്ടം, പിന്നെ ഒരു ബദരീങ്ങൾക്ക് ഒരു യാസീൻ ഓതിയിട്ട് പിന്നെ ഒരു 66 വട്ടം ചെല്ലുകൊണ്ടിച്ച് പ്രധാനമന്ത്രിയാവില്ല. ഓൻ തീരുമാനിക്കും. എനിക്ക് 33 വട്ടം സുബ്ഹാനല്ലാഹ് കൂരിട്ടു പ്രധാനമന്ത്രിയാവില്ല. അത് ഓൻ തീരുമാനിച്ചിട്ടുണ്ടാവും. എൻ്റെ 4-ാം മാസത്തിൽ ഇജ് പ്രധാനമന്ത്രിയാവുമോ അതല്ല ഇജ് പ്രധാനമന്ത്രി ആവൂലേ? പോലീസുകാർ എന്നെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കുകയാണോ അതല്ല കാവളത്ത് 4 അടിക്കുകയാണോ? അത് ഓൻ്റെ തീരുമാനം. 4-ാം മാസം എന്നെ കാണുമ്പോൾ എന്നെ തന്നെ ഞാൻ കാത്തു തീർക്കണം എന്ന് പറയലാണോ നാട്ടിലാണോ? അത് ഓൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ചട്ടം വിളിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം പൊട്ടന്മാർ. ഇത് ഞാൻ പറയൽ തുടങ്ങിയിട്ട് 4-5 കൊല്ലമായി ഈ സ്ഥാനത്തിന്.
ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ വന്ന് കണ്ടിട്ട് പറയും, ഉസ്താദെ മകൻ്റെ വിസ ഒന്ന് ക്ലിയറാക്കാൻ എന്താ ചെയ്യുക? അപ്പോൾ ഞങ്ങളോട് പറയും, നിങ്ങൾ ഇതിൻ്റെ മുന്നേ നിങ്ങൾ പോകാൻ വേണ്ടി ഞാൻ പറയും, നിങ്ങളൊരു 3 യാസീൻ ഓതിക്കോളി, ഞങ്ങളെ ചൈത്തമരൻ പോയി കിട്ടുമല്ലോ. യാസീന് തെറ്റായ സംഗതിയല്ല. നിങ്ങൾ 300 യാസീൻ ഓതിയാലും നിങ്ങളെ പടച്ചോൻ തക്തീർ ചെയ്തിട്ടില്ലെങ്കിൽ മകന് വിസ കിട്ടൂല. ഓതിക്കോളി, നല്ല കാര്യമല്ലേ? അങ്ങനെ യാസീൻ ഓതിച്ച് അമേരിക്ക പ്രസിഡന്റ് ആകുകയാണെങ്കിൽ ഞാൻ 5 മക്കളല്ലേനു യാസീൻ ഓതി പറഞ്ഞേക്കാം. നിങ്ങളൊക്കെ അന്തംഗമ്മികളെന്ന് പറയാം. ഈ ഭൂലോകത്തെ അന്തംഗമ്മികൾ വെള്ളിയാഴ്ച രാവിലെ എൻ്റെ അടുത്ത് വരുന്ന ആളുകളാണ് ഭൂലോക അന്തംഗമ്മികൾ. അന്തംഗമ്മി ഓക്കെ, അത് കഴിഞ്ഞ് ഞങ്ങൾ പോയിക്കൊള്ളണം. അത് കഴിഞ്ഞ് പിന്നെ എന്നെ കാണും. അതെ, മകൾ പ്രസവിച്ചിട്ടില്ല, ഇനി ഞാൻ ദ്വാരന്നിട്ട് അള്ള നിശ്ചയിച്ച ഡേറ്റിന് മുമ്പ് ഇങ്ങോട്ട് ഇറക്കാൻ കഴിയൂ? അതൊക്കെ പോട്ടന്മാർ. പിന്നെ ഞാനും എന്തെങ്കിലും പറയണ്ടേ? അപ്പം ഞാൻ എന്ത് പറയും? ആദ്യത്തെ സ്ഥലത്ത് 4000 അർപ്പിച്ച് ശരിക്കോ ജയിലിലുകൊണ്ടിരിക്കുന്ന നഷ്ടം ശരിക്കൂട് 4000 44,000 ചെല്ലിയിട്ടും അള്ളാഹുവിന്റെ തഖ്ദീർ മാറൂല. പിന്നെ പോയി പണി നോക്കി മനുഷ്യന്മാർ. പിന്നെ ഞങ്ങൾക്കൊരു പണിയുണ്ട്, അവനോട് ദുആ ചെയ്ത് അവൻ്റെ തഖ്ദീറിൽ പൊരുത്തപ്പെടുക. ഇത് ദുആ ചെയ്തതുകൊണ്ട് അവന് നടത്തി തരില്ല. ദുആ നിനക്ക് ഇബാദത്താ, അദ്ദുആ ഹുവൽ ഇബാദ, ദുആയാണ് ഇബാദത്ത്. എന്തിനാണ് ഇബാദത്ത്? അവനെ പൊരുത്തപ്പിടിക്കാൻ. മനസ്സിലായില്ലേ? തലേക്ക് കയറുന്നുണ്ടോ? ചിന്തിക്ക്. അല്ലാഹു തഖ്ദീർ ഇങ്ങോട്ട് നോക്ക്. ഈ പേടിക്കണമല്ലോ. ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാകണമെന്ന് റബ്ബിൻ്റെ തീരുമാനം ഉണ്ടെങ്കിൽ ആയിരിക്കും. റഹ്മത്തുള്ളാഹി ഖാസിമി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് മരിക്കുള്ളെങ്കിൽ നിങ്ങൾ എതിരാളികളായ കുത്തിത്തിരിപ്പന്മാരുണ്ട് കുറേ കേരളത്തിൽ. അവർ എന്ത് വാട്സപ്പിൽ ഇട്ടിട്ടും വരില്ല ഞാൻ എൻ്റെ പ്രധാനമന്ത്രി. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാൻ വേണ്ടി ഞാൻ പറയേണ്ടത് പറയാതിരിക്കണോ? ചിലപ്പോ പറയേണ്ടത് പറഞ്ഞാലായിരിക്കും പാർലമെന്റ് നിങ്ങൾക്ക് തോന്നുക അയാളെ കാര്യം പറയാൻ പറ്റും. അയാളെയാക്കെ ഞാൻ അടുത്ത പ്രധാനമന്ത്രി. രാഹുലിനൊക്കെ നല്ല അധികാരമുള്ള പാർലമെന്റാണ് പ്രാവശ്യത്തെ പാർലമെന്റ്. തല്ലും പിടിയും തുടങ്ങി നല്ലതാണ്. അൽഹംദുലില്ലാ. ആ ഒച്ചമൊളിയും കുറച്ച് കാലം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ലത് അൽഹംദുലില്ലാ. ആ കൂട്ടത്തിൽ ഞാൻ രാവിലെ എന്ത് പറയും? റഹ്മത്തുള്ളാഹി ഖാസിമി എന്നത് എൻ്റെ മണ്ഡലത്തിലെ ഒരാളാണ്, അയാളാക്ക അടുത്ത പ്രധാനമന്ത്രി. ഞാനും എൻ്റെ അമ്മയായി എന്നുള്ള പ്രശ്നം വേണ്ട, അയാളാക്കാം. അപ്പൊ പാർലമെന്റ് അംഗങ്ങളും മനല്ല മനസ്സോടെ പറഞ്ഞ് അയാൾ ഹിന്ദുക്കൾക്കും എതിരായ ആളൊന്നും എന്നാ അമ്മക്ക് അയാളെ തന്നെ. BJP പറഞ്ഞു അയാളാക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് നേരത്തെ പറഞ്ഞു. അപ്പൊ നമുക്കൊരു വിരോധമല്ല, നമുക്ക് രാവിലെയാണ് വിരോധം. ഖാസിമെ ഒരു വിരോധം. അള്ളാഹുവിൻ്റെ തഖ്ദീറിൽ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മുച്ചീർപ്പന്മാർ എനിക്കെതിരെ വാട്സപ്പിൽ കളിച്ചിട്ട് ഒരു കാര്യമില്ല. അതല്ല, ഞാനൊരു പഞ്ചായത്ത് മെമ്പർ ആകൽ പോലും അള്ളാഹുവിന്റെ തഖ്ദീറിൽ ഇല്ലെങ്കിൽ നിങ്ങൾ രാവിലെ വയനാട്ടിൽ വരുന്നതിനനുസരിച്ച് മൂപ്പരെ പോയി കണ്ടിട്ട് മൂപ്പരെ ഒരു ഉപപ്രധാനമന്ത്രി എങ്കിലും ആക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പഞ്ചായത്ത് മെമ്പർ വരെയാവും. തഖ്ദീറിന്റെ പേനകൾ ഉയർത്തപ്പെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. തഖ്ദീറിന്റെ പേന ഉയർന്നു പോയിട്ടുണ്ട്. മഷി വറ്റു ചെയ്തിട്ടുണ്ട്. ഏടുകളിലെ മഷി വറ്റി. എന്താകണമെന്ന് അള്ളാഹു തആല തീരുമാനിച്ച ഏടിലെ മഷി പറയേ വറ്റി. പേനയോ പറയടോ മേശപ്പുറത്ത് വരില്ല. എന്തേ എന്തേ എന്റെ ഹരിത്ത് എങ്ങനെ എന്തേ ഇങ്ങനെ തല കെട്ടിയിരിക്കണം? പറയേ, കാര്യം പറയാൻ കഴിയാത്തവൻ എന്തിനാണ് തല കെട്ടണത്? പറയേ. പേനകൾ ഉയർത്തപ്പെട്ടു പോയി. അതായത് പേന എവിടെയില്ല, തഖ്ദീർ മാറ്റുന്ന മേശപ്പുറത്ത് ഇപ്പൊ എന്തില്ല? പേനല്ല. പിന്നെ എന്തിനു വെച്ചാണ് നിന്റെ തഖ്ദീർ എഴുതി വെച്ച ഏടുകളിലെ മഷി വറ്റിക്കഴിഞ്ഞു. അതന്നെ ഉള്ളൂ. പിന്നെ ദ്വായോ അല്ലാഹുവിനോട് ഒരു ഇബാദത്താണ്, നിന്റെ ആഗ്രഹം പറയലാണ്. പിന്നെന്താ രഹസ്യം? എനിക്കറിയില്ല. എല്ലാം എനിക്കറിയാണെങ്കിൽ ഞാൻ ലൗൽ മഹ്ഫൂദിലല്ലേ ഇമാമാകുക? എനിക്കൊന്നും അറിയില്ല. എനിക്ക് നിങ്ങളെപ്പോലത്തെ കുറച്ച് അന്തംഗമ്മികൾ ഇവിടെ വരുന്നത് കൊണ്ട് ആളാകുക, അത് മാത്രമേ എനിക്കറിയില്ല. ഒറ്റ വിവരമില്ല. അതുപോലത്തെ അന്തംഗമ്മികൾക്ക് വെള്ളിയാഴ്ച രാവിലെ എൻ്റെ ഈ രാഗം, ഈ കൈതരാഗം പോലത്തെ എൻ്റെ രാഗം ഇങ്ങനെ കേട്ടാലേ നിങ്ങൾക്കൊരു സുഖം കിട്ടുള്ളൂ.
കടലിൽ പോയി പണിയെടുക്കുന്ന ഒരു വെള്ളിയാഴ്ച കടലിൽ പോകാതെ വരുന്ന ഒരു കൂട്ടത്തിലുണ്ട്. ഒരിക്കലും വെള്ളിയാഴ്ച രാവിലെ എൻ്റെ രാഗം കേൾക്കണം. കേട്ട് കേട്ട് ദേശീലായ ചില ആളുകൾ പിന്നെ വരൂല. അങ്ങനത്തെ ആളുകളും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മതിയായിട്ടില്ല. അപ്പൊ നിങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കാൻ ഒരു കാര്യമില്ല. ഖദറുഫി അർത്ഥം വെക്ക് കുറെ കാലമല്ലോ ദാറു ഖുർആൻ ചോറുന്നത്. അർത്ഥം വെക്ക് ഖദറുഫിഅത്തിൽ അഖ്ലാം, പേനകളെ ഉയർത്തപ്പെട്ടു പോയിരിക്കുന്നു. വജഫത്തി സുഹുഫു, ഏടുകളിലെ മഷികൾ വറ്റിക്കഴിയുകയും ചെയ്തു. ഇങ്ങനെന്താ ജാരാകണമെന്ന് നേരത്തെ ആര് തീരുമാനിച്ചിട്ടുണ്ട്? അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ദുആ ചെയ്തോ, അത് അള്ളാഹുവിന്റെ ഇബാദത്ത്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഇന്നലെ രാത്രി ഈ കൊല്ലത്തെ ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ച വന്നല്ലേ, ദുആ ചെയ്തവർക്ക് കൈപൊക്കാം. എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു ദുആ ചെയ്യണം. ഇന്നലെ ബിസിനസ് ഫോറത്തിൽ മുഴുവൻ ഞാൻ പറഞ്ഞിരുന്നു. ഇല്ലേ? ആ മെസ്സേജ് കേട്ടവർക്ക് കൈപൊക്കാം. ചെയ്തില്ലേ? പറഞ്ഞിരുന്നല്ലോ. ഇല്ലേ? പറഞ്ഞില്ലേ? ഈ കൊല്ലത്തെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് എന്ന്. ഇന്നലെ നഷ്ടക്കാർക്ക് നഷ്ടം. ഞാൻ ഇന്നലെ 5 മണിക്കേ മെസ്സേജ് ഇട്ടു. എന്തേ നഷ്ടപ്പെടരുതട്ടാ, മൊബൈൽ തോണ്ടാൻ നിൽക്കരുത്. ഈ കൊല്ലത്തെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ്. എന്തും അള്ള മാപ്പാക്കും. കഴിഞ്ഞ കൊല്ലത്തിലെ ദോഷം പൂർത്തിയാണെന്നാ അള്ള ഇന്നലെ പൂർത്തി തരും. അള്ളാഹു അത്ര റഹ്മത്തുള്ളവനാ, അത്ര മഫ്റത്തുള്ളവനാ, അത്ര ദയുള്ളവനാ. ഇല്ലേ? പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? ചെയ്തല്ലോ. കൈയൊക്കെ ഇന്നലെ രാത്രി ദുആ ചെയ്തവര് ഭാഗ്യക്കാര്. ഇനി അടുത്ത വെള്ളിയാഴ്ചയും ശ്രദ്ധിക്കണം. ഞാൻ ഇനി മറന്നാലും ശ്രദ്ധിക്കണ്ട, പേടിക്കണ്ട. അടുത്ത കൊല്ലത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. അടുത്ത വെള്ളിയാഴ്ച രാവ് ശ്രദ്ധിച്ചാളാ. വെള്ളിയാഴ്ച രാവ് പറഞ്ഞ മുഅ്മിനീങ്ങളെ പെരുന്നാളല്ലേ. മുഅ്മിനീങ്ങൾ അല്ലാഹു തആല സന്തോഷിച്ച് സ്വീകരിക്കുന്ന ദിവസമാണ് ഇത് വെള്ളിയാഴ്ച. മുഅ്മിനീങ്ങളുടെ പെരുന്നാളാഘോഷ വെള്ളിയാഴ്ച. അപ്പൊ പെരുന്നാൾ തലേന്ന് മുഅ്മിനീങ്ങൾ ഉറങ്ങുമോ? പെരുന്നാൾ തലേന്ന് കുട്ടികളോട് കിടക്കി നിറയിൽ കിടക്കൂല. എന്തേ? നാളെ പെരുന്നാളല്ലോ. അപ്പൊ മുഅ്മിനീങ്ങൾ ഉറങ്ങാത്ത രാത്രി ഏതാ? പറയടോ, ഏതാണ്? വെള്ളിയാഴ്ച രാവ്. കാരണം മുഅ്മിനീങ്ങൾ കണ്ണ് പെരുന്നാളാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ എന്തേ? അപ്പൊ അള്ളാഹ്ക്ക് സന്തോഷമായി. ദുആ ചെയ്തു, അള്ളാഹ്ക്ക് സന്തോഷമായി. അള്ളാഹു സന്തോഷിപ്പിക്കൽ ആവശ്യം. പ്രധാനമന്ത്രിയായാൽ കുറച്ചുകൂടി ജിന്നെ പ്രധാനമന്ത്രിയാക്കണേന്ന് ഈ പറഞ്ഞാളാ. അത് തീരുമാനിച്ച് നടക്കും. പക്ഷെ എന്നാൽ പറഞ്ഞല്ലോ, പരലോകത്തെങ്കിലും പ്രധാനമന്ത്രിയാക്കും. ചിന്തിക്ക്. ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഡോക്ടർ കാണാൻ വന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്കൊരു ചിക്കൻ ബിരിയാണി കിട്ടിയ തിരക്കില്ല. നിങ്ങൾ കണ്ണെന്ന് വെള്ളം ഉറപ്പിച്ചു. ഡോക്ടർ ഒന്നും മിണ്ടിയില്ല, പോയി. 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു. ഉണങ്ങിയ മുറി. ഡിസ്ചാർജ് ആകുമ്പോൾ മാന്യനായ ഡോക്ടറാണെങ്കിൽ എന്ത് പറയും? പോകണ്ട. അയാളെ വക പറയേ ചിക്കൻ ബിരിയാണി വരുത്തി അയാൾ അടുത്തിരുന്ന് തിന്ന്. എരിവുണ്ടോ? ഉള്ളിൽ വയറ്റിൽ എരിവുണ്ടോ? ഇല്ല. തിന്ന് ഞാൻ കാണട്ടെ. അതും കൂടി തിന്നിട്ടേ വരും. എൻ്റെ വാപ്പാനെ അങ്ങനെ ഡോക്ടർ പറഞ്ഞേക്കണേ. എൻ്റെ കണ്ണുകൊണ്ടി കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഡോക്ടർമാരുണ്ട്, ദയുള്ളവര്. മനസ്സിലായില്ലേ? അപ്പൊ അന്ന് എനിക്ക് തരാൻ പറ്റൂല. പ്രധാനമന്ത്രിയാകണേന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ പ്രധാനമന്ത്രിയാക്കാൻ പറ്റൂല. നാളെങ്കിലും ആക്കും. അള്ളാഹു ഒരിക്കലും വെറുതെ ആക്കൂല. മനസ്സിലായില്ലേ? മനസ്സിലാവണില്ലേ പറഞ്ഞത്? ദുആ ചെയ്യാതിരിക്കണ്ട. പക്ഷെ ഒക്കെ ആവുമെന്ന് വിചാരിക്കും വേണ്ട. ഇവിടെ അല്ലെങ്കിൽ എവിടെയാവും. പിന്നെ നീ ബേജാറും ആണ്ട. എന്നെ ഏത് മുറി കിടത്തുന്നുള്ളത് ആരാ തീരുമാനിക്കുക? വന്നോടുമ്പോ തന്നെ അതിഥേനെ തോണ്ടാൻ തുടങ്ങി. പിന്നെ AC റൂം എനിക്ക് ഇറങ്ങട്ടാ. എന്നാല് അതിഥേന എന്താ പറയാ? അതിലൊരു ചെങ്ങായിൻ്റെ അരക്കൈ കുറ്റി വന്നപ്പോൾ തന്നെ എന്നെ തോണ്ടാൻ തുടങ്ങി. എന്ത്? മോൻ്റെ ബാപ്പ ഉണ്ടായും കൊണ്ടാണ് എന്നോട് പറഞ്ഞ AC റൂം എനിക്കായിരുന്നു. ഞാനെങ്ങനെ ഇത് കൊടുക്കുക? മോൻ്റെ ബാപ്പ കല്ല് കൊടുക്കണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ചോറ് തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊന്നും കൂടി പള്ളിക്ക് കൊണ്ടുവരണം. ഞാനുണ്ട് ഇറങ്ങും. പിന്നെ കൈകാര്യം ചെയ്താൽ മതി. അപ്പോൾ ഈ പറഞ്ഞാ അവിടുന്ന് പിന്നെ ബാപ്പാക്കല്ലേ AC റൂം പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തടാ. മോനെ വർത്താനം കേട്ടിട്ട് എനിക്ക് ദേഷ്യം വരിക. അങ്ങനെ ചെയ്യാം. അപ്പൊ ആദ്യമേ തോണ്ടിയിട്ട് കാര്യമില്ല. നീ ഏത് മുറി കിടത്തണമെന്ന് ആര് തീരുമാനം? പറയാൻ തീരുമാനം ഓരോരുത്തർക്ക് അള്ള തഖ്ദീറാക്കിയത്. 4 കൊല്ലായി വെള്ളിയാഴ്ച രാവിലെ ഞാൻ ഇവിടുന്ന് ഒച്ചിടുന്നു. ഇപ്പൊ നിങ്ങളൊരാൾക്ക് തോന്നി എന്റെ അമ്മ ഒച്ചിട്ടാല് അത് ഒച്ചയാവൂല. നിങ്ങളെല്ലാരും ഇവിടെ വന്ന് ഇന്റെ ഒച്ച കേട്ട് ഈ രാഗം കേട്ട് സന്തോഷിക്കണ്ടപ്പോ എനിക്കെന്ത് തോന്നി? 5 കൊല്ലായില്ലേ? നീ കബന്റെ അടുത്ത് പോവുക, അവിടെ തുടങ്ങാം. ഞാൻ നേരെ വെള്ളിയാഴ്ച പോയി മക്കത്ത് പോയി കബന്റെ അടുത്തിരുന്ന്
പേര് തുടങ്ങി. വെള്ളിയാഴ്ച രാവിലെ 7 മണി കൃത്യം പേര് തുടങ്ങി. അപ്പൊ എന്റെ പോലീസ് കണ്ട് പറഞ്ഞ എന്റെ തഖദീർ ഇവിടെ വച്ചിടുക എന്നുള്ളതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങളെ തഖദീർ നിങ്ങൾ ഇവിടെ വന്നിട്ട് നീണ്ടും ചെരിഞ്ഞും ഇവിടെ ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആകെ ഒരു തിരഞ്ഞെടുപ്പ്. ഇവിടെ വരുമ്പോഴുള്ള ചായക്ക് നിങ്ങൾക്ക് സമൂസ വേണോ പൊരിച്ച പത്തിരി വേണോ അത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പിന്നൊന്നുമില്ല. അത് നിങ്ങൾക്ക് ആകെ തിരഞ്ഞെടുപ്പ് പിന്നില്ല. അവൻ മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് അള്ളാഹ്ക്ക് വിടടാ, അള്ളാഹ്ക്ക് വിട എന്ത് വെച്ചാണ് മനസ്സിലായില്ല? നീ നിന്നെ ആര് കേൾപ്പിക്ക്? അള്ളാഹ് കേൾപ്പിക്ക്. നീ അവൻ്റെ അതിഥിയാണ്. പിന്നെ ഈ ഉണ്ടല്ല, നീ അള്ളാൻ്റെ അതിഥിയാണ്.